നമസ്കാരം. ഞങ്ങൾ തൊടുപുഴ HRDS സംഘടിപ്പിച്ച അടിയന്തരാവസ്ഥയുടെ 50 വർഷക്കാലത്തെ ഒരു ആചരണം ഉണ്ടായിരുന്നു. ആ ചടങ്ങിൽ പങ്കെടുത്തിട്ട് വരുന്ന വഴിയാണ്, തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഞങ്ങൾ നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് തന്നെ പല ഹോട്ടലുകളും ഒക്കെ കാണാറുണ്ടല്ലോ, നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഈ നാട്ടിൽ അടിക്കടി പൊങ്ങി വരുന്ന ചായയും കടിയും വിൽക്കുന്ന ചെറിയ ചെറിയ കടകളുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. ചില സ്ഥലങ്ങളിൽ പൊരിപ്പും ചായയും എന്ന് ബോർഡ് വെച്ചിട്ടുണ്ടാവും, ചിലർ എണ്ണക്കടികളെന്ന് ബോർഡ് വെച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ എണ്ണ ഇവർ ഉപയോഗിക്കുന്നത്, അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചാൽ, അപ്പോൾ എന്തെങ്കിലും ഒരു സ്നാക്സ് വാങ്ങി കഴിച്ചാൽ അറിയാൻ കഴിയും നമ്മുടെ വയറിന് എന്തുമാത്രം അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്നും. ഞാനും വാങ്ങി കഴിച്ചിട്ടുണ്ട്, ഇപ്പോൾ അത് നിർത്തിയിട്ടുണ്ടെങ്കിൽ പോലും. പക്ഷേ നമ്മുടെ ആരോഗ്യവകുപ്പ് അധികൃതർ ഇതിനെക്കുറിച്ച് ഉള്ള യാതൊരു പരിശോധനകളും നടത്തുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലും ഞാനിതിനെക്കുറിച്ച് നോക്കി എങ്ങനെയാണ് ഇവർ ഈ എണ്ണ, ഓരോ ദിവസം ഉപയോഗിക്കുന്ന എണ്ണ ഇവരെന്ത് ചെയ്യുന്നു, അവരത് കളയുകയാണോ അല്ലെങ്കിൽ അവർ വീണ്ടും ഉപയോഗിക്കുകയാണോ എന്നൊക്കെ നോക്കുമ്പോൾ ഇവർ ഈ എണ്ണ ശേഖരിച്ച് മറ്റ് പാത്രത്തിൽ വെച്ചതിന് ശേഷം പിന്നീട് പിറ്റൊന്നും ആ എണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതിൽ കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് അത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. നമ്മളെ പഠനങ്ങൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഈ ഉപയോഗിച്ച എണ്ണ വീണ്ടും ഉപയോഗിക്കുമ്പോൾ അത് ക്യാൻസറിൻ്റെ സാധ്യത കൂട്ടുകയാണെന്നുള്ള ഒരു കാര്യം പഠനങ്ങൾ തന്നെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതിന് ബാധകമല്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതിനൊക്കെ ശ്രദ്ധിക്കേണ്ടത് ആരോഗ്യവകുപ്പ് അധികൃതർ തന്നെയാണ്, പക്ഷെ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇനി മറ്റൊരു കാര്യമാണ്, അടിക്കടി പൊങ്ങി വരുന്ന ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ. എന്താണ്, ഭയങ്കര ഹൈടെക് റെസ്റ്റോറൻറ്റുകൾ, അതുപോലെ അല്ലാത്ത റെസ്റ്റോറൻറ്റുകൾ ഒക്കെ ഇപ്പോൾ നാട് നീളെയുണ്ട്. പക്ഷേ ഇവിടെ എത്ര റെസ്റ്റോറൻറ്റുകളിലാണ് നമുക്ക് വൃത്തിയായിട്ട് ഭക്ഷണം കിട്ടുന്നത്? എല്ലാവർക്കും ലാഭമാണ് വേണ്ടത്. ഈ പറയുന്ന എല്ലാ കടയുടമകൾക്കും വേണ്ടത് ലാഭമാണ്. ഈ പല ഹോട്ടലുകളും കേരളത്തിൽ നടത്തുന്ന പലരും അവരുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഹോട്ടൽ നടത്തുന്നവരുണ്ട്. എന്ന് വെച്ചാൽ ഭക്ഷണം കൊടുക്കുന്നത് ഒരു വലിയ പുണ്യമാണ്. അത് പണം വാങ്ങിയിട്ടാണെങ്കിലും അത് വലിയൊരു പുണ്യമായി കരുതുന്നവരുണ്ട്, അതൊരു ക്രൈസായി കരുതുന്നവരുണ്ട്, ഒരു പാഷനായി കരുതുന്നവരുണ്ട്. പക്ഷേ അങ്ങനെ അല്ലാതെ ഈ ലാഭത്തിന് വേണ്ടി മാത്രം റെസ്റ്റോറൻറ്റുകൾ തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ ഞങ്ങൾ ഉദാഹരണത്തിന് എടുത്തു പറയേണ്ട ഒരു കാരണമുണ്ട്. അപ്പോൾ ഞങ്ങൾ തൊടുപുഴ പോയപ്പോൾ താമസിച്ചത് റോയൽ പേൾ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ്. അത്യാവശ്യം നല്ലൊരു ഹോട്ടലാണ്, ബാറും റെസ്റ്റോറൻറ്റൊക്കെ ഉണ്ടെന്നൊക്കെ ഫ്രണ്ടിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ തൊടുപുഴ ബസ് സ്റ്റാൻഡിനോട് ചേർന്നാണ് ഈ ഹോട്ടലുള്ളത്. അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് റൂമെടുത്തു. ഞങ്ങളുടെ റൂമെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ചെന്ന് റൂമിൽ താമസിച്ചപ്പോൾ രാത്രിയായി. ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങാൻ പോയ സമയത്ത് അവിടുത്തെ ആ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, ഫുഡ് ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അവിടെ റെസ്റ്റോറൻറ്റിലൊന്നും ഒരാളെ പോലും കാണാനില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ ചെന്നു. അപ്പോൾ സംശയിച്ച് ചെന്നപ്പോൾ അയാൾ പറഞ്ഞു, ഒന്നും പേടിക്കണം, നിങ്ങൾക്ക് എന്ത് ഫുഡാണ് വേണ്ടത്, ഇവിടെ കിട്ടും, പക്ഷേ മീൽസൊന്നും ഇല്ല. ഞാൻ പറഞ്ഞു, രാത്രി മീൽസ് വേണ്ട, ചപ്പാത്തിയോ മറ്റോ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ചെന്നിരുന്നപ്പോൾ ഒരാൾ ഓർഡർ എടുക്കാൻ വന്നു. ആ ഓർഡർ എടുക്കാൻ വന്നപ്പോൾ ചപ്പാത്തിയും ഞങ്ങൾ 3 പേരുണ്ട്, ചപ്പാത്തിയും ഒരു ചില്ലി ചിക്കനുമാണ്. അപ്പോൾ അയാൾ ചോദിക്കുന്നു, ചില്ലി ചിക്കനാണോ ചിക്കൻ ചില്ലിയാണോ വേണ്ടത്? അപ്പോൾ എനിക്കറിയില്ല, ഇനി അറിവുകേട് കൊണ്ടായിരിക്കാം, രണ്ടും ഒന്നാണെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ എന്തായിരുന്നാലും ഈ ചില്ലി ചിക്കൻ ഗ്രേവിയാണ്, മറ്റേ ചിക്കൻ ചില്ലി ഡ്രൈ ആണെന്നൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ ഹോട്ടലിൽ ചെല്ലുമ്പോൾ നമ്മൾ പല ഹോട്ടലുകളിലും ഒക്കെ പോകുമ്പോഴും ഓർഡർ കൊടുക്കുന്നത് ചില്ലി ചിക്കൻ സെമി ഗ്രേവി അല്ലെങ്കിൽ ഡ്രൈ അല്ലെങ്കിൽ ഗ്രേവി, അങ്ങനെയൊക്കെയാണ് ഓർഡർ കൊടുക്കുന്നത്, അങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ നിന്ന് കൊണ്ടുവന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ ചിക്കൻ ഫ്രൈഡ് റൈസിലിടുന്ന ചിക്കൻ്റെ പീസ് ഉണ്ടല്ലോ, അത്രയ്ക്ക് ചെറിയ പീസുകളാണ് അതിലുണ്ടായിരുന്നത്. ഒരു 8-9 ചെറിയ പീസുകളും. അത് പോട്ടെ, നമുക്കതൊന്നും വിഷയമല്ല. അതുപോലെ കുറേ ക്യാപ്സിക്കം. ഇവരൊക്കെ വിചാരിക്കുന്നത് ചൈനീസ് ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ക്യാപ്സിക്കവും സവാളയും സോസും ഉണ്ടെങ്കിൽ ചൈനീസ് ഫുഡായി, പ്രത്യേകിച്ച് ചില്ലി ചിക്കനായി എന്നുള്ളതായിരിക്കണം ഇവരുടെ വിചാരം. അപ്പോൾ അങ്ങനെ ഞങ്ങൾക്ക് ഒന്നും മറുപടി പറയാൻ തോന്നിയില്ല. കാരണം എന്ന് വെച്ചാൽ ഒരാൾ പോലും അവിടെ ഇല്ല. ഒരു പയ്യനകത്തേക്ക് കൊണ്ടുവരുന്നു. പിന്നെ എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ടിറങ്ങി. പിറ്റേന്ന് തൊട്ട് ഇന്നലെ വയറിന് നല്ല പ്രശ്നമായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ പറയുന്നത് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് റൂം ബുക്ക് ചെയ്യുന്നത്. ഇന്ന് രാവിലെ ഞങ്ങൾ അവിടെ വന്നു. ഞാനിത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ റെസ്റ്റോറൻറ്റുകാർ അല്ലെങ്കിൽ ഇതുപോലെ ഹോട്ടലുകാരൊക്കെ നമ്മൾ എത്രത്തോളം ചൂഷണം ചെയ്യുന്നു എന്നുള്ളതാണ്. അതിനെക്കുറിച്ചാണ് എനിക്ക് പറയുന്നത്. ഞാൻ ഈ കേരളം ഒട്ടാകെ പലപ്പോഴും യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് തന്നെ അതേക്കുറിച്ച് വരാം. എന്തായിരുന്നാലും ഇത് പറഞ്ഞൊന്ന് തീർന്നോട്ടെ. അപ്പോൾ ഇന്ന് അവർക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഞങ്ങൾ അവിടെ നിന്നാണ് കഴിച്ചത്. അപ്പോൾ ചപ്പാത്തിയും എഗ് കറിയും ഉണ്ടായിരുന്നു, പിന്നെ പൂരി മസാല ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ കഴിച്ചു. അതിനുശേഷം ഇന്ന് ഞങ്ങൾ രാവിലെ 9 മണിക്ക് ഞങ്ങൾ ഷൂട്ടുള്ളത് കാരണം ഞങ്ങൾ 8:40 ആയപ്പം അവരുടെ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ ഒരാൾ പോലും ഇല്ല. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പയ്യൻ വന്നു, ഓർഡർ എടുത്തു.
10 മിനിറ്റ് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇയാൾ വന്ന് പറയുകയാണ് കിച്ചൺ ഓപ്പൺ ആയിട്ടില്ല, അതുകൊണ്ട് പിന്നെ ഒരു 10-15 മിനിറ്റ് കൂടുതൽ എടുക്കും ഫുഡ് കിട്ടാൻ എന്നുള്ളതാണ് അയാൾ നമ്മളോട് പറഞ്ഞത്. ഞങ്ങൾക്ക് പോകേണ്ട ടൈം ആയതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരുന്ന് അതിനുള്ള ക്ഷമ ഉണ്ടായില്ല. അത് മാത്രമല്ല, ഇവരത് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളെ പുറത്ത് പോയി കഴിക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏറ്റവും വലിയ രസം, ഞങ്ങളത് കംപ്ലയിൻറ്റ് പറയാൻ വേണ്ടിയിട്ട് റിസപ്ഷനിൽ വന്നപ്പോൾ ആ റിസപ്ഷനിസ്റ്റ് പറയുന്നു, നിങ്ങൾ ഇപ്പോഴല്ലേ വന്ന, ഏത് ഹോട്ടലിൽ പോയാലും 10 മിനിറ്റ് താമസിക്കുമല്ലോ എന്നൊക്കെയുള്ള ന്യായീകരണങ്ങളാണ് അവർ പറയുന്നത്. അതുപോലെ അവിടെ ഒരു ലേഡി റിസപ്ഷനിസ്റ്റ് ഉണ്ടായിരുന്നു, അവരും ഇതുപോലെ അങ്ങനെയാണോ നോക്കിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ട് ഇവർ നേരെ കിച്ചണിലേക്ക് പോയിട്ട് വന്ന് പറയുന്നത് ഇന്ന് ഡ്രൈ ഡേ ആണ്, അതുകൊണ്ട് അവർ എണീക്കാൻ താമസിച്ച് പോയിരുന്നു. നോക്കൂ, ഒരു അത് എനിക്ക് തോന്നുന്നു 3 സ്റ്റാറോ മറ്റോ ആണെന്ന്, അവിടെ ബാറൊക്കെ ഉള്ളതാണ്, 3 സ്റ്റാർ 4 സ്റ്റാറോ ആയിരിക്കണം ആ ഹോട്ടൽ. അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാഫാണ് ഇത്രയും ഉത്തരവാദിത്വം ഇല്ലാതെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് അവർ ഡ്രൈ ഡേ ആയതുകൊണ്ട്, ഇന്ന് ലോക ലഹരി വിരുദ്ധ ദിനം ആയതുകൊണ്ട് ഇന്ന് കള്ളുഷാപ്പും മറ്റു കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പോൾ അതുകൊണ്ടാണ് അവരിന്ന് ഉണരാൻ താമസിച്ചു പോയി എന്ന്, അതുകൊണ്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു വേണ്ട എന്നുള്ള പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഈ ഒരു സന്ദർഭവശാൽ പറഞ്ഞതാണ് ഇതുപോലെയുള്ള റെസ്റ്റോറൻറ്റുകളിൽ. കാരണം നമ്മൾ നോക്കുമ്പോൾ പുറമേ നിന്ന് നോക്കുമ്പോൾ വലിയ റെസ്റ്റോറൻ്റാണ്, ബാറുണ്ട്, അതുണ്ട് ഇതുണ്ട് ഒക്കെ ഉണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, അവരുടെ റൂം വലിയ കുഴപ്പമില്ലാത്ത റൂമായിരുന്നു. അപ്പം അങ്ങനെയാണ് നമ്മളെ ഈ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളെന്ന് റെൻറ്റ് വാങ്ങുമ്പോൾ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ വാങ്ങുന്നത്. അതൊന്ന്. ഇനി അതേ മറ്റു കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് തന്നെയാണ് അവിടെയും വിഷയം. കാരണം നമ്മൾ ഓരോ ഹോട്ടലുകളിൽ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റുകളിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മാക്സിമം ചൂഷണം ചെയ്യുകയാണ്. ഇത് എങ്ങനെയാണ് ഈ ഫുഡ് ഉണ്ടാക്കുന്നത്, ഏത് സാഹചര്യത്തിലാണ്, വൃത്തിഹീനമായ സാഹചര്യത്തിലാണോ, ഇതൊന്നും ആരും ചിന്തിക്കുന്നില്ല. നോക്കുമ്പോൾ മിക്കവാറുള്ള ചെറിയ അത്യാവശ്യം നല്ല ഹോട്ടലുകളിലൊക്കെ പുറത്തൊക്കെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും, ക്ലീനൊക്കെ കാണും, അതുകൊണ്ട് നമ്മൾ വിശ്വസിച്ച് കഴിക്കും, ക്ലീൻ ചെയ്യാൻ ഒരാൾ ഉണ്ടാവും. പിന്നെ മറ്റു പല ഹോട്ടലുകളിൽ, ഇടത്തര ഹോട്ടലുകളിൽ പോലും എന്താണ് ഈ ടേബിൾ ക്ലീൻ ചെയ്യുന്നതും സെർവ് ചെയ്യുന്നതും ഒക്കെ ഒരാൾ തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇത് പലപ്പോഴും നമ്മളൊക്കെ മിണ്ടാതെ പോകുന്നുള്ളത് കൊണ്ടാണ്. നമ്മൾ ശരിക്കും എന്തിന് വെറുതെ വിഷയം ഉണ്ടാക്കണം, നമ്മൾ സംസാരിക്കാൻ എന്തിന് സംസാരിക്കണം എന്നൊക്കെ വിചാരിച്ച് നമ്മൾ മിണ്ടാതെ പോകുന്നതാണ് ഇത്തരക്കാർക്ക് വീണ്ടും വീണ്ടും പ്രോത്സാഹനം നൽകുന്നത്. അതോടൊപ്പം തന്നെയാണ് ഞാൻ ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ എണ്ണപ്പലഹാരങ്ങൾ ഏറ്റവും വലിയ ദോഷം ചെയ്യുന്നൊരു കാര്യമാണ്. ഞാൻ ഒരുപാട് കഴിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷേ ഇപ്പോൾ ആ കഴിച്ചതിൻ്റെ ദൂഷ്യ ഫലം ഞാൻ അനുഭവിക്കുന്നുണ്ട്. അതായത് ഫാറ്റി ലിവറൊക്കെ ഗ്രേഡ് 2ലേക്ക് പോയി, അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ അനുഭവിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിയന്ത്രിക്കേണ്ടത് ആരാണ്? ആരോഗ്യവകുപ്പ് അധികൃതരാണ്. തിരുവനന്തപുരത്ത് തന്നെ എത്രയോ ഹോട്ടലുകളിലൊക്കെ എന്തെങ്കിലും ഒരു സംഭവം നടക്കുകയാണെങ്കിൽ, ഒരു ചെറിയ ആരെങ്കിലും കഴിച്ചിട്ട് എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും പഴകിയ ഫുഡ് അങ്ങനെ ആയിരുന്നു, അവരുടെ വയറിന് എന്തെങ്കിലും കേടായി അവരൊരു പരാതിപ്പെട്ടാൽ മാത്രം 2 ദിവസത്തേക്ക് അങ്ങോട്ട് കാട് ഇളക്കി വെടിവെക്കുകയാണ് നമ്മുടെ ആരോഗ്യ വകുപ്പ് അധികൃതർ ചെയ്യുന്നത്. 2 ദിവസത്തേക്ക്. പിന്നെ എല്ലാ ഹോട്ടലുകളിലും അവരവിടെ ചെന്നിട്ട് അവരവിടെ പരിശോധന നടത്തും. ആ പരിശോധന നടത്തിയിട്ട് അവിടെ പിഴ ഈടാക്കും. ആ പിഴ ഈടാക്കുന്നത് പോലും അവർക്ക് ഒരു ചാകര പോലെയാണ്. കാരണം സർക്കാരിന് കുറേ പണം കിട്ടും എന്നുള്ളതിൽ കവിഞ്ഞ് ഇവരൊന്നും ചെയ്യില്ല. മിക്കവാറും ഈ ഹോട്ടലുകളുടെ ഏതൊക്കെ ഹോട്ടലുകളാണ് റെയ്ഡ് ചെയ്തത് എന്നുള്ളതിൻ്റെ വിവരങ്ങൾ പോലും ഇവർ പുറത്തുവിടാറില്ല. അപ്പോൾ അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എത്രയോ തവണ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. ഈ നടക്കുമ്പോഴൊക്കെ 1-2 ദിവസം പിന്നെ ഈ ഹോട്ടലുകൾ റെയ്ഡ് നടത്തും എന്നതൊഴിച്ചാൽ പിന്നീട് അവർ അതൊന്നും ചെയ്യില്ല. വീണ്ടും ഇവരെന്ത് ചെയ്യും? പഴയ രീതി തന്നെ പോകും. ഇപ്പോൾ നിങ്ങളൊരു കാര്യം ആലോചിക്കൂ, ഞങ്ങളൊക്കെ താമസിക്കുന്നത്, ഞാൻ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ ഈ RCCയിൽ പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും എത്രമാത്രം ആളുകളാണ് അവിടെ ക്യാൻസറിന് ട്രീറ്റ്മെൻറ്റിന് വേണ്ടി വന്ന് നിൽക്കുന്നത് എന്നുള്ളത്. ആ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ ഫാസ്റ്റ് ഫുഡ് കൂടിയതിന് ശേഷമാണ് ഈ ഇത്തരം ക്യാൻസറിൻ്റെ വർധനവ്, ക്യാൻസർ രോഗികളുടെ വർധനവ് കേരളത്തിലുണ്ടായത് എന്നുള്ളതാണ് മറ്റൊരു വശം. എന്ന് കരുതി കഴിക്കാതിരിക്കണം എന്നല്ല, നല്ല ഫുഡ് കൊടുത്താൽ അല്ലെങ്കിൽ നല്ല ഈ ഫുഡ് കൊടുക്കുന്നവർ നല്ല രീതിയിൽ അത് പാചകം ചെയ്യുകയും ഗുണമേന്മയുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് അത് പാചകം ചെയ്യുകയും എണ്ണയും മറ്റ് അവശ്യ സാധനങ്ങളുമൊക്കെ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതിനെ നമുക്ക് അത്രയും കേടുകളൊന്നും വരില്ല. പക്ഷേ എല്ലാവർക്കും വേണ്ടത് എന്താണ്? അവർക്ക് ലാഭം, പ്രോഫിറ്റാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ അവരെന്ത് ചെയ്യും? അതിന് പകരം ചെയ്യുന്നത് പഴകിയ ആഹാര സാധനങ്ങൾ കൊടുക്കും, വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വെച്ച് അത് പ്രിപ്പയർ ചെയ്യും. അത് പലപ്പോഴും കണ്ടിട്ടുള്ളതാണ്. കക്കൂസിൽ വരെ, അതായത് റെസ്റ്റോറൻറ്റിൻ്റെ ഉള്ളിലെ കക്കൂസിൽ വരെ അതിൻ്റെ ഡോറൊക്കെ തുറന്നിട്ടിട്ട് അതിൻ്റെ പുറത്ത് വരെ ഇതേപോലെ നമുക്ക് ആഹാരം വിളമ്പാനുള്ള ആഹാരങ്ങൾ പാചകം ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ TV വിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഈ ഇടത്തരക്കാരെ മാത്രമേ അതിൽ കാണിക്കാറുള്ളൂ. ചെറിയ ആൾക്കാരെയോ
മറ്റോ. എന്തായാലും വലിയ വലിയ റെസ്റ്റോറൻറ്റുകാരെയൊന്നും അങ്ങനെയും കാണിക്കാറില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരു രീതി. മറ്റുള്ള സംസ്ഥാനങ്ങളിലെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന അത് ഇവിടെ തന്നെയാണ്. അത് മാത്രമല്ല, ഓരോ ദിവസവും ഇത്തരത്തിൽ റെസ്റ്റോറൻറ്റുകൾ പൊങ്ങുകയാണ്. എന്താണ്, കട്ടനും മുട്ടയും, കട്ടനും കപ്പയും ചമ്മന്തിയും, ശാന്തയുടെ വട, പത്രോസിൻ്റെ കടി, ഇങ്ങനെയൊക്കെ പേര് കേട്ട് ഒരു തരത്തിൽ ഇവരെന്തൊക്കെയാണ് ഈ കാട്ടിക്കൂട്ടുന്നതെന്നുള്ള കാര്യം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതൊന്നും നിയന്ത്രിക്കാൻ ആളില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മുടെ സാഹചര്യത്തിൽ കേരളത്തിൽ വേണ്ടത് ഓപ്പൺ കിച്ചണാണ്. അതായത് വരുന്ന ആൾക്കാർക്ക്, കസ്റ്റമേഴ്സിന്, അവർക്ക് ആ ഫുഡ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, ഏത് രീതിയിൽ, ഏത് സാഹചര്യത്തിൽ, അത് വൃത്തിയുള്ള ആളാണോ, അല്ലെങ്കിൽ അയാൾ അതിൻ്റേതായ സുരക്ഷ, തലയിൽ ക്യാപ്പും അതുപോലെ ഗ്ലൗസും ഒക്കെ ധരിച്ചിട്ടാണോ ഇയാളിത് ചെയ്യുന്നത്, ഇതെല്ലാം മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കണം. അത് എന്തായാലും നമ്മുടെ അധികൃതർ തയ്യാറാകുമോ എന്നുള്ളതൊന്നും അറിയില്ല. പക്ഷേ ഇവരെയൊക്കെ, ഇത്തരക്കാരെയൊക്കെ വളർത്തി വിടുന്നത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ എന്താണ്, 5 രൂപയ്ക്ക് ചായ 5 രൂപ, അല്ലെങ്കിൽ കടി 5 രൂപ, ഏത്തയ്ക്കാപ്പം, ഉഴുന്നുവട, മറ്റേ പരിപ്പ് വട, അങ്ങനെയുള്ള പല കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ വെച്ചിട്ടാണ് ഇവർ കൊടുക്കുന്നത്. നമ്മൾ ശരിക്കും വാങ്ങിച്ചാൽ കഴിക്കും. പക്ഷേ നിങ്ങൾ ഓർക്ക്, ഒരാൾ പോലും ഒരു ദിവസം ഈ എണ്ണ പലഹാരങ്ങൾ പൊരിച്ചെടുക്കാനുള്ള എണ്ണ അവർ കളയില്ല. ആ എണ്ണ തന്നെയാണ് അവരത് പിന്നെ അവിടെ ശേഖരിച്ച് വെച്ചിട്ട്, ടിന്നിലോ മറ്റോ ശേഖരിച്ച് വെച്ചിട്ട് പിറ്റെന്നും അവരത് തന്നെയാണ് എടുക്കുന്നത്. അത് ആർക്ക്? നമുക്ക് തന്നെയാണ് ദോഷം വരുത്തുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇന്ന് തന്നെ 1-2 സ്ഥലങ്ങളിൽ ഇത് നേരിട്ട് കാണാനിടയായി. ഇതിന് മുമ്പ് തന്നെ തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിൽ ഞാനിത് നേരിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നും കൂടെ കാണാൻ ഒരു ഇടയായപ്പോഴാണ് ഞാനിതേക്കുറിച്ച് നിങ്ങളോട് പറയാമെന്ന് കരുതിയത്. എന്തായാലും എല്ലാം ശ്രദ്ധിച്ചാൽ നമുക്ക് തന്നെ കൊള്ളാം. നമ്മുടെ അധികൃതരൊന്നും ഇതിനൊന്നും വലിയ ഒരു പ്രാധാന്യം കൊടുക്കില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സാധാരണക്കാരുടെ ആരോഗ്യമൊന്നും വലിയ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് അതൊന്നും ഒരു വലിയ കാര്യമല്ല. ശ്രദ്ധിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അങ്ങനെ ശ്രദ്ധിച്ചാൽ കുറച്ചു കാലം കൂടി വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ജീവിച്ചിരിക്കാം. ഇത്രേ പറയാനുള്ളൂ.